ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് ക്യാരറ്റ് സ്ക്വാഷ് ഉണ്ടാക്കാം. ക്യാരറ്റ് സ്ക്വാഷിന് ക്യാരറ്റ് വൃത്തിയായി അരിഞ്ഞ് നമുക്ക് കുക്കറിനകത്ത് വേവിക്കാൻ വെക്കാം. ഒരല്പം വെള്ളം ഒഴിക്കുക, കുക്കറിനകത്ത് വെക്കുക, നമുക്ക് വേവിക്കുക. അത് കുക്കറിനകത്ത് വേവിക്കാൻ പറ്റാത്തവർ കലത്തിലോ പാത്രത്തിലോ എന്തിൽ വേണേലും നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചിട്ട് നമുക്കൊരു തണുപ്പിക്കുക. തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിനകത്ത് അല്പം വെള്ളം ഒഴിച്ച് ഈ വെന്ത വെള്ളമോ അല്ലെങ്കിൽ അതിനകത്ത് വേറെ ജ്യൂസ് വെള്ളമോ എന്തെങ്കിലും ചേർത്ത് അരച്ചെടുക്കുക. നന്നായി അരച്ചെടുത്തത് നമ്മൾക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം ഗ്യാസ് വെച്ച് പാത്രം ചൂടായി കഴിയുമ്പോൾ ഈ ജ്യൂസ് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കയ്യിൽ കൊണ്ട് നമുക്ക് പതിയെ അത് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിത് 1/2 കിലോ ക്യാരറ്റിന് നമുക്ക് 2 നാരങ്ങ എടുക്കണം. നാരങ്ങയുടെ കുരു നമ്മൾ കളയണം, അല്ലെങ്കിൽ കഴിക്കും. അപ്പം കുരു നമുക്ക് കളയാം. കളഞ്ഞ നാരങ്ങ നമുക്ക് അതിനകത്തോട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിക്കുക. നല്ലപോലെ ഈ കയ്യിൽ കൊണ്ട് യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് 1/2 കിലോ പഞ്ചസാര, 1/2 കിലോ ക്യാരറ്റിന് 1/2 കിലോ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഇത്തിരി വെള്ളം പോലെ ആവും. പഞ്ചസാരയുടെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം പോലെ ആവും. അത് നമ്മളിങ്ങനെ ഇളക്കി നന്നായിട്ട് നല്ലപോലെ എടുക്കുക. എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ ക്യാരറ്റ് ഇതുപോലെ വരും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വരും. വന്നു കഴിയുമ്പോൾ നമ്മളത് നിർത്തി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് തണുക്കാൻ വയ്ക്കുക. തണുത്ത് കഴിയുന്ന ക്യാരറ്റ് അത് സ്ക്വാഷായ ക്യാരറ്റ് ജ്യൂസ് മാറി അത് സ്ക്വാഷായി. അത് നമുക്ക് നല്ല ഒരു കുപ്പി നോക്കി എടുക്കുക. കുപ്പി നോക്കിയിട്ട് നമ്മൾ അതിനകത്ത് ഒഴിച്ച് വെക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരുപാട് നാൾ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പം കുപ്പിയിലൊഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. ആളുകളൊക്കെ വരുമ്പോൾ, നമ്മുടെ വീട്ടിലെ അതിഥികളൊക്കെ വരുമ്പോൾ നമുക്കത് ഒരു ഗ്ലാസ്സിനകത്ത് ഈ ജ്യൂസ് ഒഴിക്കുക, ഐസ് ഇടുക, തണുത്ത വെള്ളം ഒഴിക്കുക. പിന്നെ കസ്കസ് ഉണ്ടെങ്കിൽ കസ്കസ് ഇട്ട് കൊടുത്ത് നമുക്കിത് ഉപയോഗിക്കും. ഇപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ ഇത് നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. അടിപൊളിയാണ്, സൂപ്പറാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കി ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഗൈസ്, ബൈ. നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.